ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ ആണ്. സ്ട്രക്ചറും യൂണിയനും C++ലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൽ രണ്ടെണ്ണമാണ് ഈ സ്ട്രക്ചറും യൂണിയനും. Structures are used for grouping together elements with a dissimilar data type. ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്റ്റ് നെയിം കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ദെൻ ഡാറ്റ ടൈപ്പ് member1 സെമിക്കോളൻ, ഡാറ്റ ടൈപ്പ് member2 സെമിക്കോളൻ. ഇങ്ങനെ നമുക്ക് എത്ര മെമ്പേഴ്സിനെ ആഡ് ചെയ്യണോ അത്രയും മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. അതിൻ്റെ അവസാനം കേർലി ബ്രേസസ് ക്ലോസ് ചെയ്യാനും സെമിക്കോളൻ ഇടാനും മറക്കരുത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ബുക്കിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് ടൈറ്റിൽ, ഓതർ, പ്രൈസ്, പേജ്, ഇത്തരം ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ കീഴിൽ തന്നെ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രക്റ്റ് ബുക്ക്, കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ദെൻ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഇത് സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ കെയർ ആണ് കൊടുക്കുക. കെയർ ടൈറ്റിൽ ഓഫ് 25 ഒരു അറേ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക സ്ട്രിങ് കൊടുക്കുന്ന സമയത്ത്. ദെൻ ഓതറിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, പേജസ് കൊടുത്തിട്ടുണ്ട്, പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിമിലർ ഡാറ്റ ടൈപ്സിന് ടുഗദർ നമുക്ക് ഒരു ഗ്രൂപ്പാക്കി വെക്കാൻ പറ്റും. ദെൻ സ്ട്രക്ചർ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്റ്റ് ബുക്ക്, ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3. ഇതിൽ ബുക്ക് 1, ബുക്ക് 2 ആൻഡ് ബുക്ക് 3 ആർ ഡിക്ലെയർഡ് ആസ് വാരിയബിൾസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഈ മൂന്നും വാരിയബിൾസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രക്ചറിലെ മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. We can access the member elements of a structure by using dot operator as shown below. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് പോലെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ വാരിയബിൾ ഡോട്ട് ഏത് മെമ്പറാണോ നമുക്ക് വേണ്ടത് ആ മെമ്പറിൻ്റെ നെയിം വെച്ചിട്ടാണ് ഇതിനകത്ത് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇതിൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേജസ് ഈസ് ഈക്വൽ ടു 550, then book 2 dot price equal to 225.75. Unions are conceptually similar to the structure as they as to group together dissimilar type elements inside a single unit. But there are significant difference between structures and unions as far as their implementation is concerned. അപ്പം പറയുന്നത് കൺസെപ്ച്വലി യൂണിയൻസും സ്ട്രക്ചേഴ്സും സിമിലർ ആണ്. അവരുടെ സിൻടാക്സിലും ഒക്കെ അത് സിമിലർ ആണ്. യൂണിയനും സ്ട്രക്ചർ പോലെ തന്നെ ഡിസിമിലർ ടൈപ്പിനെ ടുഗദർ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഡിഫറൻസ് എന്ന് നോക്കാം. The size of a structure type is equal to the sum of the sizes of individual members. However, the size of a union is equal to the size of its largest member element. അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിലെ മൊത്തം എലമെൻസിൻ്റെ സൈസും കൂടെ സം ചെയ്തതായിരിക്കും ഒരു സ്ട്രക്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. എന്നാൽ യൂണിയൻ്റെ കേസിൽ അതിനകത്തുള്ള ലാർജസ്റ്റ് സൈസ് വരുന്ന മെമ്പർ ഏതാണോ അതായിരിക്കും ആ യൂണിയൻ്റെ മൊത്തം സൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. യൂണിയൻ റിസൾട്ട് ഇൻറ്റു മാർക്സ് കെയർ ഗ്രേഡ് ഫ്ലോട്ട് പെർസെൻറ്റ്. ഇതിൽ റിസൾട്ട് എന്ന പേര് വെച്ചിട്ട് നമ്മളൊരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മാർക്സ്, ഗ്രേഡ്, പെർസെൻറ്റ് 3 മെമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. The union result will occupy 4 bytes in memory as its largest size member element is the floating type variable %. അപ്പോൾ ഈ യൂണിയൻ റിസൾട്ട് എന്ന് നമ്മൾ പേര് കൊടുത്ത യൂണിയനിൽ 4 bytes ആണ് മെമ്മറിയിൽ ഓക്യുപ്പൈ ചെയ്യുക. കാരണം ഇതിലെ
ലാർജസ്റ്റ് സൈസ് വരുന്ന മെമ്പർ പേഴ്സൻ്റ് ആണ്. സോ പേഴ്സൻറ്റിൻ്റെ സൈസ് എത്രയാണോ അതായിരിക്കും മെമ്മറിയിൽ ഓക്യുപ്പൈ ചെയ്യുക. However, if we had defined result as structure, then it would have occupied 7 bytes in memory. That is the sum of size of individual member elements. ഇനി നമ്മൾ ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തതെങ്കിൽ അത് മെമ്മറിയിൽ 7 ബൈറ്റ്സ് ആയിട്ടായിരിക്കും ഓക്യുപ്പൈ ചെയ്യുക. കാരണം അതിൽ ഓരോ മെമ്പേഴ്സിൻ്റെയും സൈസിൻ്റെ സമ്മായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അത് മെമ്മറിയിൽ അത്രയും സൈസ് ഓക്യുപ്പൈ ചെയ്യാം. അപ്പോൾ ഈ സ്ട്രക്ചറും യൂണിയനും തമ്മിൽ ഉള്ള സിമിലാരിറ്റീസും അതുപോലെ ഡിസിമിലാരിറ്റീസും എന്തൊക്കെയാണെന്ന് നോക്കാം. സിൻടാക്സ് സ്ട്രക്ചറിൻ്റെതും യൂണിയൻ്റെതും സെയിം ആയിരിക്കും. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചറിൽ സ്ട്രക്റ്റ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് യൂണിയനിൽ യൂണിയൻ എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെമ്മറിയിൽ ഓക്യുപ്പൈ ചെയ്യുന്ന സൈസാണ്. യൂണിയനിൽ ലാർജസ്റ്റ് സൈസ് ഏത് മെമ്പറിൻ്റെ ആണോ ലാർജസ്റ്റ് സൈസ് ആ സൈസായിരിക്കും മെമ്മറിയിൽ ഓക്യുപ്പൈ ചെയ്യുക. സ്ട്രക്ചറിൻ്റെ കേസിലാകുമ്പം മൊത്തം മെമ്പേഴ്സിൻ്റെയും സൈസിൻ്റെ സമ്മായിരിക്കും മെമ്മറിയിൽ ഓക്യുപ്പൈ ചെയ്യുക. സോ ഇത്രയാണ് സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. ഇത് കൂടാതെയുള്ള യൂസർ ഡിഫൈൻഡ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.